നമ്മുടെ പഴയ തലച്ചോറ് വെച്ച് കാണരുത് ഇവരെ. അവരുടെ കാലഘട്ടത്തിൻ്റെ ആ ചുവടുകൾ അനുസരിച്ച് അവരെ കാണാനും പ്രോത്സാഹിപ്പിക്കാനും വളർത്തുവാനും നമുക്ക് കഴിയണം. അതിൽ ഞാൻ സന്തോഷിക്കുന്നു. നമ്മുടെ സഭയ്ക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട്. മനോഹരമായ രീതിയിൽ ഇപ്രകാരം സൺഡേ സ്കൂളിൻ്റെയും CMൻ്റെയും ലേഡീസ് മീറ്റിങ്ങിൻ്റെയും ആനിവേഴ്സറി കണ്ടക്ട് ചെയ്യുവാൻ്റെ ഗുണം വലിയവനായ ദൈവം നമ്മളെ സഹായിച്ചതിനെ ദൈവത്തെ സ്തുതിക്കുന്നു. ശേഷാൽ ഇപ്രകാരം സൺഡേ സ്കൂളിൻ്റെ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയ പാസ്റ്റർ പ്രിൻസ് കോശി അവറുകൾക്കും ചുമതലക്കാർക്കും ഹൃദയംഗമായ നന്ദി അർപ്പിക്കുന്നു. നടത്തിയ എല്ലാ പ്രോഗ്രാമുകൾക്കും വിശേഷാൽ വെൽക്കം സോങ്ങിനും നടത്തിയ കുഞ്ഞുങ്ങൾക്കും എൻ്റെ അഭിനന്ദനമായ നന്ദി അറിയിക്കുന്നു. തുടർന്നുള്ള എല്ലാ പ്രോഗ്രാമുകൾക്കും നന്നായി നടത്തുവാനും ദൈവനാമത്തിനായി പ്രവർത്തിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ച് വൻകൃപയ്ക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ കാര്യങ്ങളും ദൈവനാമത്തിൽ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ CMൻ്റെ സഹോദരി സമാജത്തിൻ്റെ ഈ കൂടിവരവ് ആനുവൽ ഡേ ആയിട്ട് എല്ലാവരും വളരെ ഉത്സാഹത്തോടെ കടന്നു വന്നിരിക്കുന്നു. ഓരോ പ്രോഗ്രാമും ഒന്നിനൊന്ന് മെച്ചമായിട്ട് നടത്തുവാൻ തക്കണം ഓരോരുത്തരും അവരവരുടെ കഴിവുകളെ പ്രകടിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ആയിരിക്കുന്നു. നമ്മളെല്ലാവരും കർത്താവിന് പ്രസാദകരമായിട്ട് നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നല്ല പ്രോഗ്രാമുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും നടത്തിയ പ്രോഗ്രാമൊക്കെ വളരെ അനുഗ്രഹമായിരുന്നു. ഇനിയും നടത്താൻ പോകുന്ന പ്രോഗ്രാമും അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദൈവം ദൈവമക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഉണ്ടാകട്ടെ. ഈ നല്ല സമയത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ നമ്മുടെ CM സെൻട്രൽ സ്കൂൾ സഹോദരി സമാജത്തിൻ്റെ വാർഷിക ദിനത്തിൽ കടന്നു വന്ന എല്ലാവർക്കും, അതോടൊപ്പം തന്നെ ഈ മീറ്റിങ്ങിൽ ഇത്രത്തോളം നന്നായി പ്രോഗ്രാംസ് അവതരിപ്പിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുന്നു. ഇത്രയും മനോഹരമായി ഈ പ്രോഗ്രാമുകൾ ഇവിടെ കോർഡിനേറ്റ് ചെയ്യുവാൻ ഇതിൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവം സഹായിച്ചല്ലോ. വീണ്ടും കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നമ്മൾ കൂടി കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി വീണ്ടും നമ്മെ ഓരോരുത്തരെയും കർത്താവ് ഉപയോഗിക്കുവാൻ കാരണമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാ പ്രവർത്തകർക്കും, CM സെൻട്രൽ സ്കൂൾ സഹോദരി സമാജത്തിൻ്റെ എല്ലാ പ്രവർത്തകർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നത് 1947 അതിനു മുമ്പ് തുടക്കം കുറിച്ച ഒരു സൺഡേ സ്കൂൾ പ്രസ്ഥാനം നമുക്ക് അഭിമാനമാണ്, നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. അതേ കാലഘട്ടത്തിൽ തന്നെ തുടക്കം കുറിച്ചു. നമുക്കറിയാം, ധാരാളം ഔട്ട്സൈഡേഴ്സ് ഇവിടെ വന്ന് പഠിച്ച് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇന്നവരായിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആശംസയാണല്ലോ, ഇവിടെ വന്നിരിക്കുന്നത് ഏറെക്കുറെ 6 ഗ്രൂപ്പിൽപ്പെട്ടവരാണ്. ഒന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബേബി ബൂമേഴ്സ്, അതായത് 1946 മുതൽ 64 വരെ ജീവിച്ച 20 വർഷക്കാലം ജനിച്ച പ്രിയപ്പെട്ടവർ. അവർ യുദ്ധാനന്തര കാലഘട്ടത്തിന് ശേഷം പടപൊരുതി തോടും ആറും ഒക്കെ നീന്തിക്കടന്ന് ജീവിതത്തിൻ്റെ പരിവരുത്ത യാഥാർത്ഥ്യങ്ങളിലൂടെ ജീവിച്ചവരാണ്. നമ്മുടെ എബനേസർ കുഞ്ഞുവനച്ചാൻ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവർ ആ കാറ്റഗറിയിലുണ്ട്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ജനറേഷൻ എക്സ് എന്നറിയപ്പെടുന്നവരാണ്. ഞങ്ങളൊക്കെ ആ കാറ്റഗറിയിലാണ്. 1964 മുതൽ 1980 വരെ, 1965 മുതൽ 80 വരെ ജനിച്ച പ്രിയപ്പെട്ടവരെ അറിയപ്പെടുന്നത് ജനറേഷൻ എക്സ് എന്നാണ്. മൂന്നാമത്തെ കൂട്ടരെന്ന് പറയുന്നത് 81 മുതൽ 96 വരെയുള്ള മില്ലേനിയൻസ് ഓർ ജെൻബൈ എന്ന് പറയും. നാലാമത്തെ കൂട്ടർ ജെൻസിയ. ഇവിടെ ഇരിക്കുന്ന കുറേയേറെ പേര് ആ കൂട്ടരാണ്. 1997 മുതൽ 2012 വരെ 2012 വരെ ജനിച്ചവരാണ്. ഇപ്പോൾ ഇവരൊക്കെ 2013 മുതൽ 2024 വരെയുള്ളത് ജെൻ ആൽഫ എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പം ജനിച്ച കുട്ടികൾ ജെൻ ബീറ്റയാണ്. 2025 മുതൽ ഇനി 2039 വരെ ജീവിക്കുന്നവരെ അറിയപ്പെടുന്നത് ജെൻ ബീറ്റ എന്ന്.
ഞാൻ എന്നാ ഈ 6 കൂട്ടം കാര്യം പറഞ്ഞെന്നറിയാവും. ഓരോ 15 വർഷം കഴിയുന്തോറും നമ്മുടെ കാലഘട്ടം മാറുകയാണ്. ഈ ജൻസി കുട്ടികളുടെ ഭാഷയെന്ന് പറയുന്നത് നമ്മുടെ ഭാഷയല്ല, അവരുടെ ഭാഷ വ്യത്യസ്തമാണ്. സഭയ്ക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്, സൺഡേ സ്കൂളിന് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്, CM-ന് വലിയ ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ പഴയ തലച്ചോറ് വെച്ച് കാണരുത് ഇവരെ. അവരുടെ കാലഘട്ടത്തിൻ്റെ ആ ചുവടുകൾ അനുസരിച്ച് അവരെ കാണാനും പ്രോത്സാഹിപ്പിക്കാനും വളർത്തുവാനും നമുക്ക് കഴിയണം. അതിൽ ഞാൻ സന്തോഷിക്കുന്നു. നമ്മുടെ സഭയ്ക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട്. ഇന്നേക്ക് ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ഇവിടെ നടക്കത്തില്ലായിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ ചിന്ത അങ്ങനത്തെ ആയിരുന്നു. ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രോത്സാഹനം നൽകുവാൻ അവരോടൊപ്പം നമ്മളുമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ പാസ്റ്ററുകളും നമ്മുടെ അധ്യാപകരും എല്ലാം ചേർന്ന് അവരോടൊപ്പം ഡാൻസ് കളിക്കുന്നത്. ഞങ്ങളും നിങ്ങൾക്കൊപ്പമാണെന്നുള്ള പ്രോത്സാഹനം നൽകുകയാണ്. ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ എടുപിടിയിൽ നിന്നും നടക്കുകയില്ല. ഇതിൻ്റെ പിന്നിൽ അധ്വാനങ്ങളുണ്ട്, പരിശ്രമങ്ങളുണ്ട്, സഹകരണങ്ങളുണ്ട്, പ്രോത്സാഹനങ്ങളുണ്ട്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഉത്തരവാദിത്തപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദി, കൃതജ്ഞത, ആശംസ അറിയിക്കുന്നു. തുടർന്നും കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ ചിന്താഗതികൾക്ക് വ്യത്യാസം വന്ന് കാലഘട്ടത്തിനനുസൃതമായി ചുവടെടുത്തു വെക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ഈ കേൾവി കാണുന്ന ആരെങ്കിലും അവരുടെ കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിന് ഇവിടെ പറഞ്ഞു വിടുന്നില്ലെങ്കിൽ, ഇന്നിവിടെ നടത്തിയ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടില്ലേ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും പറഞ്ഞു വിടൂ. അവരിവരോടൊപ്പം കളിക്കട്ടെ, ഇവരോടൊപ്പം വളരട്ടെ. ഈ തലമുറയിൽ നല്ല കുഞ്ഞുങ്ങളായി വളരാൻ അവർക്ക് പ്രോത്സാഹനമായി നമുക്ക് പിന്നിൽ നിൽക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ എല്ലാവിധ ആശംസകളും രേഖപ്പെടുത്തി എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വളരെ നന്നായി പെർഫോം ചെയ്യുവാൻ തൊക്കെ വലിയവനായ ദൈവം സഹായിച്ച ദൈവത്തിൻ്റെ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തന്നെ ഇതിന് പിമ്പിൽ കുഞ്ഞുങ്ങളുടെ അധ്വാനം വളരെ വലിയതായിരുന്നു. വീണ്ടും അവരെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് നമുക്കായിരിക്കാം. ദൈവസഭയെ കുഞ്ഞുങ്ങളെ, സൺഡേ സ്കൂളിൻ്റെ കുഞ്ഞുങ്ങളെ, CM മെമ്പേഴ്സിനൊക്കെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ദൈവനാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ ആശംസകളും ദൈവസ്ഥലം നേരുന്നു. കർത്താവ് അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാഥമാത്രം ഉണ്ടാകട്ടെ. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാം വളരെ അനുഗ്രഹമായി നടത്തുന്നു. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത്ര മനോഹരമായിട്ട് ഇതിന് മുമ്പേ തന്നെ നമുക്ക് സ്റ്റേജ് അറേഞ്ച് ചെയ്യാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിച്ചതിന് ദൈവത്തിന് നന്ദി അറിയട്ടെ. കഴിഞ്ഞ ദിവസം ഇതുവഴി കടന്നു പോയപ്പോൾ നമ്മുടെ ഈ പ്രിയപ്പെട്ടവരെല്ലാം അഹോരാത്രം ഇവിടെ പ്രവർത്തിക്കുന്നത് കണ്ടു. ഒരു കുടുംബമായിട്ട്, പ്രത്യേകിച്ച് അനുഭവമൊക്കെ വളരെ കുടുംബമായിട്ട് ഇവിടെ നിന്ന് ആ പ്രവർത്തനങ്ങൾ കണ്ടത്. അപ്പം ഇന്നലെ വൈകിട്ടത്തെ ഉള്ള ആ മഴ കണ്ടപ്പോൾ ശരിക്കും അങ്ങ് വിഷമം തോന്നി. കർത്താവേ, കുഞ്ഞുങ്ങളുടെ ഈ അധ്വാന ഫലം അനുഗ്രഹമാക്കി കൊടുക്കുവാൻ തക്കവണ്ണം നാളത്തെ കാലാവസ്ഥയെ അനുഗ്രഹമാക്കി തരണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചു. ദൈവം ആ പ്രാർത്ഥന കേട്ടു. ഇന്ന് വൈകുന്നേരത്തെ ഉള്ള ആ കാലാവസ്ഥ കണ്ടപ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ഈ കുഞ്ഞുങ്ങൾ വളരെ അധ്വാനിച്ചു ഇവരെല്ലാവരും ഒത്തിരി ദിവസങ്ങളായി ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നു. എല്ലാവരെയും പേരായി അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ കുഞ്ഞുമോളുടെ ആ സൺഡേ സ്കൂളിൻ്റെ ഇതും എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അവിടെയും പ്രവർത്തനം ഏറ്റവും അനുഗ്രഹമായിരുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ആശംസകളും അനുമോദനങ്ങളും ഈ സമയം അർപ്പിച്ചുകൊണ്ട് വാക്ക് ചുരുക്കട്ടെ. ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കും. ദൈവനാമത്തിനും മഹത്വം ഉണ്ടാകട്ടെ. ഈ സന്ധ്യാസമയത്ത് ഈ സൺഡേ സ്കൂളിൻ്റെ വാർഷികത്തോടനുബന്ധിച്ച് ഏറ്റവും പ്രായം കൂടിയവനായ എനിക്കും വന്ന് സംബന്ധിക്കാനും ഇത് കാണുവാനും ദൈവം വലിയ കൃപയും അനുഗ്രഹവും എൻ്റെയും ജീവിതത്തിൽ പകർന്നു. 1945 തുടങ്ങിയ ഈ സൺഡേ സ്കൂള് എൻ്റെ ഒരു 12 വയസ്സുള്ളപ്പം മുതൽ ഇവിടെ പഠിച്ച് ഇവിടുത്തെ അധ്യാപകനായി ഇത്രയും കാലം ജീവിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അന്ന് 150-200 കുഞ്ഞുങ്ങളോളം ഉണ്ടായിരുന്നു. ഇപ്പം വളരെ ചുരുക്കമായുള്ളൂ. എല്ലാ സ്ഥലങ്ങളിലും സൺഡേ സ്കൂളുകൾ നടക്കുന്നതുകൊണ്ട് വളരെ കുറവ് മാത്രമേ ഉള്ളൂ. എങ്കിലും ഇവിടെ പഠിച്ചിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും അവരുടെ ഭാവി ഏറ്റവും അനുഗ്രഹകരമായി തീരുവാൻ ദൈവം അനുഗ്രഹിച്ചു. വിദേശ നാടുകളിലൊക്കെ ചെന്നു കഴിഞ്ഞാലും ഇന്നാളെന്തി എന്നൊക്കെ ചോദിക്കത്തക്ക രീതി ദൈവം എല്ലാവരെയും ഉയർത്തി ഈ സൺഡേ സ്കൂൾ മുഖേന തരാം
ഈ ദേശം അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം സഹായിച്ചു. തുടർന്നുള്ള പ്രവർത്തനങ്ങളും അനുഗ്രഹകരമായി തീരുവാനായിട്ട് ഞാൻ കർത്താവിൽ ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലും ഇത് നന്നായി തുടങ്ങി ആ പര്യവസാനിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇവിടെ പഠിച്ച കുഞ്ഞുങ്ങൾ ആരും നഷ്ടപ്പെടാതെ എല്ലാവരും നിത്യതയിൽ കാണുവാൻ കർത്താവിൻ്റെ രാജ്യത്തിൽ പങ്കാളികളായി തീരണം എന്നുള്ളൊരാശ മാത്രമേ ഉള്ളൂ. ആ കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് ഈ ആശംസ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.